അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് അള്ളാഹു നമ്മോട് പറയുന്ന ജീവിതത്തിലെ ഭരണഘടനയാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കൽ ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഖുർആൻ നിങ്ങൾക്കായി ലളിതമായി അവതരിപ്പിച്ചു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾ ആരുണ്ട് ചിന്തിക്കുന്നവരായി എന്ന് അള്ളാഹു പലവരും ചോദിക്കുന്നു. ഖുർആനിലെ 114 അധ്യായങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ചില അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്നതാണ്. അത്തരമൊരു അധ്യായമാണ് സൂറ അന്നൂർ. നൂർ എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. ഓരോ സത്യവിശ്വാസിയും പഠിച്ചിരിക്കേണ്ടുന്ന അധ്യായമാണ് സൂറത്തുന്നൂർ. ഖുർആനിലെ 24ാമത് വരുന്ന അധ്യായമാണ്. അവതരണക്രമത്തിൽ 102ാമതാണ്. 64 ആയത്തുകളാണ് സൂറത്തുന്നൂറിലുള്ളത്. മദീനയിലാണ് സൂറത്തുന്നൂർ അവതരിച്ചത്. 86 അധ്യായങ്ങൾ മക്കയിലും 28 അധ്യായങ്ങൾ മദീനയിലും എന്നാണ് പ്രബലമായ അഭിപ്രായം. ഇസ്ലാമിൽ നിയമങ്ങളും വിധിവിലക്കുകളുമുണ്ട്. മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രനല്ല. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ സ്വാതന്ത്ര്യവും അനുവാദങ്ങളുമെല്ലാം അള്ളാഹു നൽകുന്നു. അള്ളാഹു നൽകുന്ന നിയമങ്ങൾ ജീവിതത്തെ കുടുസാക്കുകയല്ല, ജീവിതത്തിൽ എളുപ്പം നൽകുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും സുരക്ഷിതമായ സാഹചര്യം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ ലഭ്യമാകുന്നു. ഓരോ കുടുംബവും ഒന്നിച്ചിരുന്ന് പഠിക്കേണ്ട അധ്യായം കൂടിയാണ് സൂറത്തുന്നൂർ. തണലാണ് കുടുംബം, തണലായിരിക്കണം കുടുംബം. ഇലകളെല്ലാം കൊഴിഞ്ഞുപോയ, വരണ്ടുണങ്ങിയ ഒന്നായിട്ട് നമ്മുടെ വീടുകളും കുടുംബവും മാറാൻ പാടില്ല. അത് പച്ചപ്പുള്ളതും ആശ്വാസം നൽകുന്നതുമാവാൻ നമ്മൾ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫർക്കാർക്ക് അയച്ച ഒരു കത്തിലിങ്ങനെ പറയുന്നുണ്ട്: അല്ലിമു നിസാഅക്കും സൂറത്തുന്നൂർ. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ സൂറത്തുന്നൂർ പഠിപ്പിക്കുക. കാരണം സ്ത്രീകൾ അത് പഠിക്കണം. അതിൽ ധാർമ്മിക സദാചാര നിയമങ്ങൾ ധാരാളമുണ്ട്. മറ്റൊരിക്കൽ അല്ലിമു റിജാലക്കും സൂറത്തുൽ മാഇദ വനിസാഅക്കും സൂറത്തുന്നൂർ. നിങ്ങളുടെ പുരുഷന്മാരെ സൂറത്തുൽ മാഇദ പഠിപ്പിക്കുക. കാരണം സാമൂഹിക ജീവിതത്തിൽ അവർ നിർവഹിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു. സ്ത്രീകളെ സൂറത്തുന്നൂർ പഠിപ്പിക്കണം എന്ന് വെച്ചാൽ സൂറത്തുന്നൂർ പഠിക്കേണ്ടത് സ്ത്രീകൾ മാത്രമാണ് എന്നതിനർത്ഥമില്ല. മറിച്ച് സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സാമൂഹിക കുടുംബ പശ്ചാത്തലത്തിൽ അവർ മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ സൂറത്തുന്നൂർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അധ്യായത്തിന് ഈ നാമം ലഭിച്ചത് 35ാം സൂക്തത്തിൽ നിന്നാണ്. അല്ലാഹു നൂറുസ് സമാവാത്തി വല്ലർളി എന്ന് തുടങ്ങുന്ന അല്പം ദീർഘമായ ഒരു ആയത്ത്. ഖുർആനിൽ സൂറത്തുകൾക്ക് പേര് ലഭിക്കുന്നത് പല രീതിയിലാണ്. ഒന്ന്, ഈ പേര് കൊണ്ടായിരിക്കും ഈ സൂറത്ത് ആരംഭിക്കുക. വൽ അസ്ർ, യാസീൻ തുടങ്ങിയവയൊക്കെ അങ്ങനെയാണ്.
ചിലത് ഈ അധ്യായത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പേര് പരാമർശിച്ചിട്ടുണ്ടാവും. ഹുജറാത്ത്, ബഖറ, നൂറ്, ഇങ്ങനെയുള്ള കുറേയേറെ അധ്യായങ്ങൾ സൂറത്തിൻ്റെ ഏതെങ്കിലും ആയത്തുകളിൽ ഈ ഒരു പേര് വന്നു എന്നതാണ്. എന്നാൽ ചില അധ്യായങ്ങളിൽ ആ പേര് തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ എടുത്താൽ ഒന്നാമത് വരുന്ന അധ്യായം, 7 ആയത്തുകളിൽ എവിടെയും നമുക്ക് അൽ ഫാത്തിഹ എന്നത് കാണാൻ കഴിയില്ല. അതിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിലെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എവിടെയും അൽ ഇഖ്ലാസ് എന്നുള്ള ഒരു പദമില്ല. അതിൻ്റെ ആശയം, ഉള്ളടക്കമാണ് ആ അധ്യായത്തിന് ആ പേര് ലഭിക്കാൻ കാരണം. ഇവിടെ 35 ആയത്തിൽ നിന്നാണ് സൂറത്തുൻ നൂറിന് അന്നൂർ എന്ന പേര് ലഭിക്കാൻ കാരണമെന്ന് മുഫസ്സിറുകൾ പറയുന്നു. എപ്പോഴാണ് ഇത് അവതരിച്ചത് എന്നാൽ ആ ഒരു പശ്ചാത്തലം, ഏതൊരു ആയത്തും അധ്യായവും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അവതരണ പശ്ചാത്തലം, സാഹചര്യങ്ങൾ അറിയുന്നത് വളരെയേറെ ഉപകാരപ്രദമാണ്. ബനു മുസ്തലിഖ് യുദ്ധത്തിന് ശേഷമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ നടന്ന ഒരു അപവാദ പ്രചരണം ഇസ്ലാമി ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ബനു മുസ്തലിഖ് യുദ്ധത്തിന് ശേഷമായിരുന്നല്ലോ ആ സംഭവം. ഹിജ്റ 6-ാം വർഷം ഷഅബാനിലാണ് ബനു മുസ്തലിഖ് യുദ്ധം നടന്നത്, അഹ്സാബ് യുദ്ധത്തിന് ശേഷം. ഇതിലെന്തെല്ലാം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ധാരാളം വിഷയങ്ങളുണ്ട്. സാമൂഹിക സദാചാര നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം അധ്യാപനങ്ങളുണ്ട്. സദാചാര കാഴ്ചപ്പാടുകൾ, മനുഷ്യ സമത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഖുർആനിക സൂക്തങ്ങൾ, സ്ത്രീ പുരുഷന് തമ്മിൽ ഇടപഴകുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അപവാദ പ്രചാരണത്തിൻ്റെ ഗൗരവം, ഇന്നീ കാലത്തും നമുക്കേറെ പഠനാർഹമായ ചിന്തനീയമായ കാര്യങ്ങൾ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സദസ്സിന് നിരക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തെല്ലാം, അടിമത്ത മോചനം, അതിന് സ്വീകരിക്കേണ്ട വഴികൾ, പാവപ്പെട്ട ആളുകളെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹിക ഉത്തരവാദിത്തം, വ്യഭിചാരത്തിൻ്റെ ശിക്ഷ, എത്രമാത്രം മ്ലേച്ഛമാണ് വ്യഭിചാരം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അടുത്തവരാവട്ടെ അകന്നവരാവട്ടെ അവിടെ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ഭിന്നശേഷിക്കാരായ ആളുകളോട് മനുഷ്യർ പുലർത്തേണ്ടുന്ന അലിവ്, സ്നേഹം, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവർ സ്വീകരിക്കേണ്ടുന്ന നിലപാട്, ലിആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപവാദ പ്രചാരണ വിഷയത്തെ ഗൗരവത്തിൽ അല്ലാഹു കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പേരെടുത്ത് പറയുന്നത് 5 പേരെയാണ്. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ്, സയ്യിദ് ബിനു റിഫ, ഇവർ 2 പേരും കപടവിശ്വാസികളായിരുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ട ഹസാൻ ബിൻ സാബിത്ത്, ഹംന ബിൻത്ത് ജഹ്ഷ്, മിസ്തഹ ബിൻ ഉസാസ, ഇവരും ഇതിൽ പങ്കാളികളായിരുന്നുവെന്ന് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ ബിൻ ഉസാസക്ക് നൽകിയിരുന്ന സഹായം പോലും നിർത്തിക്കളഞ്ഞതിനെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഈ അധ്യായം പഠിച്ചു വരുമ്പോൾ അതിൽ മധ്യഭാഗത്ത് അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും സൃഷ്ടിപ്പിനെക്കുറിച്ചും പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ ധാരാളം നിർദ്ദേശങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൻ നൂർ, അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സാധിക്കുന്നവർ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. ഖുർആൻ പഠനം ഒരാവേശമായി ജീവിതത്തിൽ സ്വീകരിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഖുർആൻ പഠനം അത് ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.